ഹായ് പറ. അപ്പോൾ സമയം ഏകദേശം എത്ര 7:45 രാത്രി. അപ്പോൾ ഒരാൾ കിടന്ന് ഉറങ്ങുകയാണ്, ഒരാളാ വീട്ടിലോട്ട് പറഞ്ഞയച്ചേക്കാം കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ഒരാളെ നോക്കാനായിട്ട് ചേട്ടൻ്റെ വീട്ടിലോട്ട് ആക്കിയേക്കാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് ഇന്ന് റൂം ഫുൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേക്കാം. അപ്പോൾ റോഡ് സൈഡിലാണ് നമ്മുടെ വീട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പൊടികളായിരിക്കും കേട്ടോ. ഫാനിലായിക്കോട്ടെ പിന്നെ എ സിയുടെ മേളിലായിക്കോട്ടെ ഫുൾ പൊടിയായിരിക്കും. ഇതിൻ്റെ കട്ടിലിൻ്റെ അടിയിലോട്ടൊക്കെ മക്കൾ ഓരോ സാധനങ്ങൾ കളിച്ചൊക്കെ ഇതിൻ്റെ അടിയിലോട്ട് ഇട്ടേക്കായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ചെരുപ്പ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വീട്ടിലോട്ട് പണിത് കൊണ്ടുവന്ന സാധനം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു സാധനത്തിൽ എങ്ങനെയായിട്ട് ഞാൻ ചെരുപ്പുകൾ വെക്കണമെങ്കിൽ സൈക്കിളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് റൂമിലോട്ട് തന്നെ കൊണ്ടുവന്ന് വെച്ച് റേസമോളിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലാണ്ട് വെക്കണത്. പിന്നെ ഇത്തരം പൊടികളായിട്ട് ഈ റൂമിൽ നിന്ന് കിട്ടിയത് എവിടെ നിന്നാ വന്നേന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അത്യാവശ്യം ഞാൻ അടിക്കാറൊക്കെ ഉള്ള സ്ഥലമാണ്, പിന്നെ എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഈ ഒരു സാധനം ഒതുക്കി വന്നപ്പോഴേക്കും നമ്മുടെ റൂമിൽ അത്യാവശ്യം സ്ഥലം കുറവാണ് കേട്ടോ. പക്ഷെ അത്യാവശ്യ സാധനങ്ങൾ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. അതാണ് എൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സാധനം ഞാനല്ല കേട്ടോ, ചേട്ടൻ എക്സ്ട്രാ പണം തന്നതാണ്. നമ്മുടെ കട്ടിലിന് വീതി കുറവായതുകൊണ്ട് എക്സ്ട്രാ പണിതേക്കാട്ടോ. അപ്പം അതിൻ്റെ അടിയിൽ ഇത്തിരി ലൂസാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡിഗ്രി റെക്കോർഡാണ് ഗൈസ് അതിൻ്റെ അടിയിൽ എടുത്ത് വെച്ചേക്കണത്. പിന്നെ വാതിൻ്റെ അടിയിൽ നമ്മളൊരു സാധനം ഒരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വെക്കുന്ന ഒരു സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ AC ഒന്നും അങ്ങോട്ട് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ റൂം ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അടിപൊളിയാന്ന് വിചാരിക്കുന്നു. ബാക്കി റേസ്മോളുടെ വൃത്തിയാക്കലാട്ടോ. അവർക്ക് ഈ മേക്കപ്പ് സെറ്റ് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്താലേ അവർക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അവൾ ചെയ്തോളൂ. അപ്പം ഇന്നത്തെ ഉള്ളൂ ഗൈസ്, ബൈ.